ഹലോ, വെൽക്കം ടു അമ്മാസ് ഡയറി. നമുക്ക് പ്രഗ്നൻസിയുടെ 30ാമത്തെ ആഴ്ചയിൽ എന്താണ് സംഭവിക്കുന്നത്, അമ്മയിൽ എന്താ സംഭവിക്കുന്നത്, കുഞ്ഞിൽ എന്താ സംഭവിക്കുന്നത്, എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് നോക്കിയാലോ. കുഞ്ഞിൻ്റെ വലിപ്പം കൂടുന്നത് കൊണ്ട് തന്നെ അമ്മയുടെ ശരീരത്തിൻ്റെ ഗുരുത്വ കേന്ദ്രം, അതായത് ഗ്രാവിറ്റി, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിക്ക് ചേഞ്ച് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ചേഞ്ച് വരുന്നത് കൊണ്ട് തന്നെ അമ്മ നിലം തെറ്റി താഴെ വീഴാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നടക്കുമ്പോൾ സൂക്ഷിച്ചും കണ്ടൊക്കെ നടക്കാനായിട്ട് പ്രത്യേകം ശ്രമിക്കണം. നിങ്ങളുടെ കുഞ്ഞിന് ഇപ്പോൾ 13.7 ഇഞ്ച് നീളവും 1.4 കിലോ ഭാരവും ഉണ്ടാവും. ഏകദേശം താരതമ്യപ്പെടുത്തി പറയാന്നുണ്ടെങ്കിൽ ഒരു വലിയൊരു ക്യാബേജിൻ്റെ വലുപ്പത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് പറയാം. നമുക്കിനി ഈ ആഴ്ചയിൽ അമ്മയിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കിയാലോ. ഗർഭകാലത്തെ പ്രത്യേകതകൾക്കനുസൃതമായിട്ട് ശരീരത്തിലെ പല ഹോർമോണിന്റെ ലെവലുകളും ചേഞ്ച് വരുന്നുണ്ട്. ഇതിന്റെ ഒരു ഫലമായിട്ടാണ് ദഹനപ്രവർത്തനങ്ങളൊക്കെ കുറയുന്നത്. അങ്ങനെ ദഹനപ്രവർത്തനങ്ങളൊക്കെ കുറയുന്നത് കൊണ്ട് തന്നെ മലബന്ധമൊക്കെ നമുക്ക് ചിലപ്പോൾ അനുഭവപ്പെടുന്നുണ്ടാവാം. ഈ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് എന്നും പറയുന്നത് പോലെ തന്നെയാണ് വ്യായാമങ്ങൾ ചെയ്യുക, നല്ല രീതിയിൽ വെള്ളം കുടിക്കുക. പിന്നെ മെയിനായിട്ടൊരു കാര്യം നോക്കാനുള്ളത്, നാരുകൾ കൂടുതലുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫൈബർ കണ്ടൻ്റുള്ള ഫുഡ് കഴിക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് മലബന്ധത്തിനൊന്നും അത്രയ്ക്ക് പ്രശ്നം തോന്നില്ല. നമുക്കിനി കുഞ്ഞിൽ എന്താണ് ഈ ആഴ്ചയിൽ സംഭവിക്കുന്നത് എന്ന് നോക്കിയാലോ. കുഞ്ഞ് ഇപ്പോൾ തൻ്റെ ചുറ്റുപാടും എന്താണ് നടക്കുന്നത് എന്ന് ഒരു ബോധത്തിലാണ് കൊച്ചു നമ്മുടെ ഉള്ളിൽ ജീവിക്കുന്നത്. ഏറ്റവും ഷോർട്ടാക്കി പറയാന്നുണ്ടെങ്കിൽ സൂര്യപ്രകാശത്തെയും അതുപോലെ തന്നെ ടോർച്ചിൻ്റെ ലൈറ്റ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ലൈറ്റ് അല്ലെങ്കിൽ ഇരുട്ട്, ഇതൊക്കെ എങ്ങനെയാണ് ചേഞ്ച് വരുന്നത് എന്നെല്ലാം കറക്റ്റായിട്ട് കുഞ്ഞിന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവും. ഈ ഒരു കാര്യം മാത്രമല്ല കേട്ടോ, നമ്മുടെ കുഞ്ഞിനിപ്പോൾ ശബ്ദം, രുചി, സ്മെല്ല് ഇതെല്ലാം വേർതിരിച്ചറിയാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിന് കണ്ണുകളൊക്കെ നന്നായിട്ട് ഇപ്പോൾ ചലിപ്പിക്കാനായിട്ട് കഴിയുന്നുണ്ട്. പിന്നെ ഈ സമയത്ത് കുഞ്ഞ് നമ്മുടെ വയറ്റിലാണ്, പക്ഷെ കുഞ്ഞിനുണ്ടാകുന്ന എക്കിളൊക്കെ അമ്മയ്ക്ക് നല്ല രീതിയിൽ അനുഭവപ്പെടുന്നുണ്ടാവാം. അങ്ങനെ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. കുഞ്ഞിനിപ്പോൾ കണ്ണുകൾ തുറക്കാനും അടയ്ക്കാനൊക്കെ പറ്റുന്നുണ്ട്. കുഞ്ഞിൻ്റെ കാലിലെ നഖമൊക്കെ വളരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ഭയങ്കരമായ വളർച്ചയുടെ പാതയിലാണ് ഇപ്പം നമ്മുടെ കുഞ്ഞ് നമ്മുടെ ഉള്ളിൽ വളരുന്നത്. മുകളിലേക്ക് ചുരുണ്ട് കിടക്കുന്ന രീതിയിലാണ് നമ്മുടെ കുഞ്ഞിപ്പോൾ ഗർഭപാത്രത്തിൽ ഉള്ളിലുള്ളത്. കൈകൾ മടക്കി കാലുമുട്ടുകളൊക്കെ മുകളിലേക്ക് ഉയർത്തി രണ്ടും നെഞ്ചോട് ചേർത്ത് അടുപ്പിച്ച് വെച്ചിട്ടാണ്, ഈ ഒരു രീതിയിലാണ് നമ്മുടെ കുഞ്ഞ് ഇപ്പോൾ ഗർഭപാത്രത്തിൻ്റെ ഉള്ളിൽ കഴിയുന്നത്. നമുക്കിനി ഈ ആഴ്ചയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് നോക്കിയാലോ. നമ്മുടെ ഉദരത്തിൻ്റെ, അതായത് ഗർഭപാത്രത്തിൻ്റെ ആകൃതിയിലും ഭാരത്തിലും ഒക്കെ മാറ്റം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശരീരത്തിൻ്റെ ഗുരുത്വ കേന്ദ്രത്തിൽ മാറ്റം വരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു. അത് മാറ്റം വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ നിലതെറ്റി താഴെ വീഴാനായിട്ടുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നടക്കുമ്പോഴൊക്കെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഈ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത്, അതായത് ഈ 30 ആഴ്ചയിലൊക്കെ എത്തി നിൽക്കുമ്പോൾ നമ്മൾ വീഴാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ പോലും അറിയാതെ തന്നെ നിങ്ങളുടെ നടുവ് കുറച്ച് പുറകിലേക്ക് വലിച്ചുകൊണ്ട് ശരീരത്തെ ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ ഉള്ളിലെ കുഞ്ഞ് വളരുന്നത് കൊണ്ട് കുഞ്ഞിന് വളരാനുള്ള സ്പേസ് വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡിയിലുള്ള എല്ലാ ഓർഗൻസും, അതായത് സ്പൈനൽ കോഡ്, അതാണ് നടുവെന്ന് നമ്മൾ പറഞ്ഞത്, നടുവും ആന്തരിക അവയവങ്ങളെല്ലാം തന്നെ നമ്മുടെ കുഞ്ഞിന് വളരാനുള്ള സ്പേസ് ഉണ്ടാക്കി തരുന്നുണ്ട്. അതുപോലെ തന്നെ ഉറക്ക പ്രശ്നങ്ങളൊക്കെ കൂടുതലായിട്ട് തോന്നുകയാണെങ്കിൽ ഇടതുവശം ചെരിഞ്ഞ് കിടക്കാന്നുണ്ടെങ്കിൽ കുറച്ച് ആശ്വാസം കിട്ടും. ഇനി നിങ്ങൾക്ക് ഇടതുവശം ചേർന്ന് കിടക്കുമ്പോൾ നിങ്ങൾക്ക് പെയിൻ കൂടുതലാണ്, ഉറങ്ങാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വലത്തോട്ട് തിരിഞ്ഞ് കിടന്നാലും കുഴപ്പമില്ല കേട്ടോ. നിങ്ങളുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും ഇടത്തോട്ട് തിരിഞ്ഞ് കിടക്ക് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വയറിൻ്റെ ഭാഗത്ത് വലിയ രക്തക്കുഴലുകളൊക്കെ സമ്മർദ്ദം വഹിക്കുന്നുണ്ടാവും. അത് കുറയായിരിക്കും ഉണ്ടാവുക ഇടത്തോട്ട് തിരിഞ്ഞ് കിടക്കുകയാണെങ്കിൽ. അതുകൊണ്ടാണ് അങ്ങനെ ഇടത്തോട്ട് തിരിഞ്ഞ് കിടക്കാൻ വേണ്ടി പറയണേ. പക്ഷെ നിങ്ങൾക്ക് ഇപ്പോൾ ഇടത്തോട്ട് തിരിഞ്ഞ് കിടന്നിട്ട് ഉറക്കം വരണില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരും വിഷമിക്കേണ്ട. നിങ്ങൾ വലത്തോട്ട് തിരിഞ്ഞ് കിടന്നിട്ട് നിങ്ങൾക്ക് ഉറങ്ങാം. നിങ്ങൾ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. അയ്യോ ഇടത്തോട്ട് തിരിഞ്ഞ് കിടക്കാനാണല്ലോ ഡോക്ടർ പറഞ്ഞേക്കണേ, ഇടത്തോട്ടാണല്ലോ തിരിഞ്ഞ് കിടക്കണ്ടേ എന്നൊന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വലത്തോട്ട് തിരിഞ്ഞ് കിടന്നാലും ഉറങ്ങാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ.
അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ 30ാമത്തെ ആഴ്ചയിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. ഇനി കമൻറ്റ് ചെയ്യാൻ മടിയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലി മെസ്സേജ് അയക്കാം. ഞാൻ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് നമ്മുടെ ഇതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇല്ലയെന്നുണ്ടെങ്കിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ammas_diary എന്ന് കൊടുത്ത് സെർച്ച് ചെയ്താലും നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൻ്റെ പ്രൊഫൈൽ കിട്ടുന്നതായിരിക്കും. അത് ത്രൂ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.